അപ്പൊ ഞാനും ഞങ്ങളുടെ പാത്തുമ്പയും കൂടി എവിടെ പോവാ പാത്തുമ്പ? പാത്തുമ്പ ഞങ്ങളുടെ പാത്തുമ്പയും ഞാനും കൂടി പാത്തുമ്പനെ മേറ്റ് ചെയ്യിക്കാൻ കൊണ്ടുപോവാ. പാത്തുമ്പ വന്നേ, എവിടെ പോവാന്ന് പറഞ്ഞു കൊടുത്തേ. പാത്തുമ്മനെ ഇരുട്ടിട്ട് കാണില്ല, കറുത്തിരിക്കുന്നു. കാരണം വവ്വാന്റെ കുഞ്ഞു പോലെ ഇരിക്കുന്നുണ്ട്. പാത്തുല്ല പാത്തു, വവ്വാന്റെ കുഞ്ഞാണോ നീ? ആ പാത്തുമ്മയുടെ പ്രൊജസ്ട്രോൺ നോക്കിയപ്പം 8 സംതിങ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കിണലിലോട്ട് പോവാണ്. അപ്പൊ പാത്തുമ്പയുടെ ചെക്കനെ നമ്മൾ അവിടെ ചെന്നിട്ട് കാണിച്ചു തരുമല്ലേ പാത്തു? പാത്തു ചെക്കന് ഇഷ്ടമെന്ന് പറയണം, നല്ല ചെക്കനാണോ എന്ന് പറയണം കേട്ടോ. അപ്പൊ പാത്തുമ്പ ചെക്കൻ കാണലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോ എടുത്തിടാം ബാക്കി. ഇനി പാത്തു പുതിയ മാലയൊക്കെ ഇട്ട് ഇറങ്ങിയേക്കുവാ ഞങ്ങളുടെ പാത്തുമ്പൊക്കെ. ഇങ്ങോട്ട് വന്നേ പാത്തു, ചെവി എല്ലാം കൂടെ പിടിച്ചിട്ട് വവ്വാല് പോലെ ഇരിക്കുക. അതേ കണ്ട നമ്മുടെ യൂണിക് നെയിം ടാക്സിൽ നമുക്ക് കിട്ടിയ മാലയാ പാത്തുമ്പ. ഒന്ന് കാണിച്ചു കൊടുത്തേ, വാ ഇങ്ങോട്ട് വന്നേ ഇയാള്, ബാ എന്നെ ഒന്ന് കാണിച്ചു കൊടുത്തേ. കണ്ടോ സൂപ്പർ മാലയാ ഞങ്ങളുടെ പാത്തുമ്പയുടെ. പാത്തു ആ പേര് കാണിച്ചു കൊടുത്തേ പാത്തു. കണ്ടോ പാത്തുമ്പ നേടിയേക്കുന്നത് സുന്ദരി പുതിയ മാലയൊക്കെ ഇട്ട് ചെക്കനെ കാണാൻ പോവാ. കള്ളി നീ ചെക്കനെ കാണാൻ പോവില്ലേ കള്ളി നീ. റോളക്സ് നമ്മുടെ സ്റ്റെപ്ലൈനാണത്. ഇവന്റെ വീട്ടിലാണ് നമ്മൾ പറക്കാൻ പോകുന്നത്. കയ്യിലൊന്നും കിട്ടില്ല, ഭയങ്കര ട്രെയിനാണല്ലോ ഇല്ലേടാ. അപ്പൊ നമ്മുടെ പിള്ളേരുടെ മേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, സക്സസ്ഫുൾ ആയിട്ട് മേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ചെക്കനാ നിൽക്കുന്നത് കേട്ടോ. ഇവൻ ഏതാ ലൈൻസ് ഏതാ? അവനാഷേട്ടന്റെ ബ്രീഡിംഗ് ഉള്ളതാണ്. അവനാഷേട്ടന്റെ ബ്രീഡിംഗ് അല്ല, എന്റെ ബ്രീഡിംഗ് ഉള്ള നമ്മുടെ പപ്പി. ലൂസർ ഓഫ് റിവാർഡ് കാരനാണ് അവന്റെ ഫാദറിന്റെ പേര്. ഫാദർ വന്നിട്ട് അക്സ, നമ്മുടെ അക്സ എന്നുള്ളൊരു ബിച്ചാണ്. അതിൽ നമ്മൾ ഓൺ ബ്രീഡിംഗില് നമ്മള് റോളക്സ് കീപ്പ് ചെയ്ത് വെച്ചിരുന്ന ഒരു ഡോഗാണ്. അപ്പം പണ്ടൊക്കെ ഭയങ്കര പാവമായിരുന്നു. ഇപ്പൊ അവന്റെ ഇതൊക്കെ അങ്ങ് മാറി, ആറ്റിറ്റ്യൂഡ് ഒക്കെ മാറി വേറൊരു ലെവലായി. ശരിക്കും ഒരു മെച്ചൂരിറ്റി ലെവലിലോട്ട് വന്നിട്ടുണ്ട് ആള്. പിന്നെ ഇപ്പം ഈ ഒരു ചെറിയൊരു കണ്ടീഷൻ പൊട്ടിയിട്ടുണ്ട് അവന്റെ. പറഞ്ഞാല് എന്താണ് ഇപ്പം മേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം മേറ്റിംഗ് തന്നെ ചെയ്യണം എന്നൊരു മൈൻഡ് ആയിട്ടുണ്ട്. ഫുഡ് ഭയങ്കര കുറവാണ് എടുക്കാൻ. അങ്ങനെ നമ്മുടെ പാത്തുമ്പയുടെ മേറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സാധാരണ ഏത് ബ്രീഡാണെങ്കിലും മേറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഈ ചൂട് ക്ലൈമറ്റിൽ എവിടെയെങ്കിലുമൊക്കെ മാറുന്ന റെസ്റ്റ് എടുക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ബ്രീഡിന്റെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കും ഈ സാധനം ഒരിടത്തടങ്ങിയിരിക്കുന്നില്ല. കുറച്ചേരം അവിടെ ഒന്ന് കെട്ടിയിട്ട് റെസ്റ്റ് എടുത്തിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിരിക്കുക. ഞങ്ങളുടെ പാത്തുമ്പയുടെ മേറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ തിരിച്ചു പോയപ്പോൾ ഭയങ്കര മഴ വഴിയിലൊക്കെ. ഞങ്ങൾ 2 കട്ടനൊക്കെ അടിച്ച് പോകാന്ന് വെച്ചാൽ അല്ലേ പത്തോ കട്ടൻ വേണോ? വേണ്ട, പത്തോ മേറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണത്തിലിരിക്കുക അല്ലേ. അപ്പൊ നമ്മള് തിരിച്ച് വീട്ടിൽ പോവാണ്. നല്ല മഴയൊക്കെ ആയി, തണുപ്പായി. അതുകൊണ്ടോ ചൂടുണ്ടോ? നക്കണ്ട ഡപ്രഭവന്റെ ഒരു കടയിൽ കയറി നമ്മള് പാത്തുവിന്റെ കൂടെ അതും കുടിച്ചു. ബോളി പാത്തുമ്പയ്ക്ക് ബോളി കൊടുത്തോടാ. ഇവളിരുന്ന് കൊതി വിടുന്ന വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പിച്ചി ഇവൾക്ക് കൊടുത്തു. എന്നിട്ട് ഇപ്പോൾ ഞാൻ വിചാരിച്ചു അവൾ തിന്നു. പക്ഷേ കുറച്ച് നോക്കിയപ്പോൾ അവളത് കാരണത്ത് തുപ്പിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ തിന്നൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതെടുത്ത് കളഞ്ഞു. നമ്മളെല്ലാവരും കൂടെ കഴിച്ചിട്ട് പിന്നീട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകുന്നു. ഇനി എന്തായാലും നമ്മൾ ഒരു മീറ്റിംഗ് കൂടെ എടുക്കും, ഒരെണ്ണേ കഴിഞ്ഞിട്ടുള്ളൂ.